ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കാഹളനാദത്തോടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 1 തെസ്സലോനിക്കർ 4:16 വാക്യം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ലോകത്ത് 3 പ്രധാന സംഭവങ്ങളുണ്ട്. ആദ്യ സംഭവം ആദാമിന്റെയും ഹവ്വയുടെയും സൃഷ്ടിയാണ്. യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി സ്വയം ബലിയർപ്പിച്ചതാണ് രണ്ടാമത്തെ സംഭവം. മൂന്നാമത്തേത് അവന്റെ രണ്ടാം വരവാണ്. അവന്റെ രണ്ടാം വരവ് എങ്ങനെയായിരിക്കും എന്തെന്നാൽ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളവുമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും എന്ന് 1 തെസ്സലോനിക്കർ 4:16 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. പഴയ നിയമകാലത്ത് ഒരു പ്രധാന സ്ഥാനമുണ്ടായിരുന്ന വാദ്യോപകരണങ്ങളിൽ ഒന്നാണ് കാഹളം. ആദ്യമായി കാനാൻ മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ ദൈവസാന്നിധ്യത്തിന്റെ പ്രതീകമായി ഇസ്രായേൽ ജനത കാഹളം മുഴക്കി. സീനായ് പർവ്വതത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ കാഹളനാദം വളരെ ഉച്ചത്തിലായിരുന്നു എന്ന് പുറപ്പാട് 19:16 വാക്യത്തിൽ നാം വായിക്കുന്നു. ആ ശബ്ദം കേട്ട് പാളയത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം വിറച്ചു. ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കനത്ത മേഘവും ഉണ്ടായി. അങ്ങനെ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് പാളയത്തിലെ ആളുകൾ തിരിച്ചറിഞ്ഞു. അവരെല്ലാവരും ദൈവഭയത്താൽ നിറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ കാഹളം ഇസ്രായേൽ മക്കളെ ഒരുമിച്ച് കൂട്ടാനുള്ള ഉപകരണമായി ഉപയോഗിച്ചു. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ സംഖ്യാപുസ്തകം 10 അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. കാഹളം മുഴക്കുമ്പോൾ എല്ലാ സഭകളും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ ഒരുമിച്ച് കൂടണം. ഒന്ന് ഊതിക്കെടുത്തിയാൽ ആയിരങ്ങളുടെ നേതാക്കൾ ഒത്തുകൂടും. എന്നാൽ കാഹളം ഉച്ചത്തിൽ മുഴങ്ങിയപ്പോൾ എല്ലാ ഇസ്രായേൽ മക്കളും തങ്ങളുടെ കൂടാരങ്ങളും തങ്ങളുടെ എല്ലാ വസ്തുക്കളും എടുത്ത് മേഘസ്തംഭങ്ങളെ പിന്തുടരാൻ ഒരു കൽപ്പനയായിരുന്നു. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും കാഹളനാദം ഉപയോഗിച്ചിരുന്നു. മോശയുടെ നിയമത്തിൽ കൽപ്പിക്കപ്പെട്ടതുപോലെ ആസാഫിന്റെ സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി അത് ആവർത്തിച്ചു. സങ്കീർത്തനക്കാരൻ പറയുന്നു, അമാവാസി സമയത്തും പൗർണമിയിലും നമ്മുടെ ആഘോഷവേളയിൽ കാഹളം ഊതുക എന്ന്. ഇത് സങ്കീർത്തനം 81 അധ്യായം 3 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. ഈ അവസാന നാളുകളിൽ നമ്മുടെ കർത്താവിന്റെ വരവിന്റെ അടയാളമായി ദൈവത്തിന്റെ കാഹളം മുഴക്കുന്നതിനായി ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ കർത്താവ് സീനായ് പർവ്വതത്തിൽ എന്ന പോലെയല്ല, സന്തോഷത്തോടെ തന്റെ മക്കളെ കൂട്ടിച്ചേർക്കുന്ന സ്നേഹവാനായ പിതാവായി ഇറങ്ങും. മഹത്വമുള്ള രാജാവെന്ന നിലയിലും. കാഹളനാദം കേൾക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവനോടുള്ളവരും ശേഷിക്കുന്നവരുമായ നാമും അവരോടൊപ്പം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇസ്രായേലിന്റെ ആഘോഷങ്ങളിൽ കാഹള വിരുന്നാണ് പ്രധാനം. ഇസ്രായേലിയർ ഒരു പ്രധാന വിരുന്നായി ഇത് ആചരിച്ചു. എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിലെ വിശുദ്ധർ എന്ന നിലയിൽ കർത്താവിന്റെ വരവ് ഏറ്റവും പ്രധാനപ്പെട്ട വിരുന്നിനായി ആഘോഷിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. വായുവിൽ കർത്താവിനെ എതിരേൽക്കാനുള്ള ആ മഹത്തായ വിരുന്നിന് നാം എല്ലാവരും സ്വയം ഒരുങ്ങുകയാണോ? അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യോവേൽ 2:15 വാക്യം. സിയോനിൽ കാഹളമൂതുവീൻ, ഒരു ഉപവാസം നിയമിപ്പീൻ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 54, 55, 56 അധ്യായങ്ങൾ. വൈകുന്നേരം റോമർ 3 അധ്യായം. ആമേൻ.